സൂചി. എന്റെ ദേവാ, ഈ അറവശാല ആശുപത്രിക്ക് സകല ഐശ്വര്യങ്ങൾ ഉണ്ടാക്കണേ. മാത്രവുമല്ല, പാവം രോഗികളുടെ പനിയും തലവേദനയും മാറ്റി വല്ല എയ്ഡ്സോ പ്ലേഗോ ആക്കി ഞങ്ങളുടെ ബഡ്ജറ്റ് ഉയർത്തണേ ഭഗവാനെ. ഹായ് സിസ്റ്റർ. സിസ്റ്റർ അനസ്തേഷ്യ. വട്ടത്തിലൊരു പൊട്ടും തട്ടത്തിലൊരു സിറിഞ്ചും മുട്ടറ്റം സോക്സും ഇട്ട് സിസ്റ്ററെ കാണുമ്പോൾ സത്യം പറയാമല്ലോ, ഒരു വട്ടത്തി തന്നെ. ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന് ഏത് രോഗിയാണ് പടമാകുന്നത്? ഇന്ന് ശവപ്പെട്ടിക്കട അവധിയായതിനാൽ ഓപ്പറേഷനുകളെല്ലാം ഞാൻ മാറ്റിവെച്ചു. ആട്ടെ, കൈക്കൂലി തന്നാലോ? കൈക്കൂലി ഞാൻ ഈ കൈ കൊണ്ട് തൊടില്ല, വേണമെങ്കിൽ ഈ പോക്കറ്റിലിട്ടോണം. ഡോക്ടർ, എന്റെ ഹൃദയമാകുന്ന സിറിഞ്ചിനുള്ളിൽ ഡോക്ടർ എന്ന മരുന്നാണ്. അതിവിടുത്തെ രോഗികൾ അറിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഏതെങ്കിലും ആറ്റിലോ കുളത്തിലോ ചാടി ഈ യൂണിഫോം ഒന്ന് കഴുകിയേനെ. അനസ്തേഷ്യ, രാത്രിയിൽ സിസ്റ്ററെ ഓർത്ത് ഒരുപോലെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. ഡോക്ടറുടെ കണ്ണടയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഡോക്ടർ, കതിർമണ്ഡപത്തിൽ വെച്ച് എന്റെ കഴുത്തിൽ ഒരു സ്റ്റിച്ച് ഇടാൻ അങ്ങക്ക് കഴിയുമോ? അതെനിക്ക് കഴിയും. കഴിയില്ല. ഈ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ എനിക്ക് കഴിയില്ല. ഡോക്ടറെ കാണാനുള്ള സമയമല്ലത്. ഡോക്ടറെ ആർക്ക് കാണണം? എനിക്കെപ്പോഴും സിസ്റ്ററെ കണ്ടാ മതി. ഇയാളുടെ ഓപ്പറേഷൻ എന്നാണ് ഡോക്ടർ? 2 വർഷം കഴിയും. ഓ, സമാധാനമായി. എന്താ? അല്ല, അതുവരെ ജീവിച്ചിരിക്കാമല്ലോ. ആ ഡോക്ടർ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകട്ടെ. അയ്യോ, സോപ്പ് എടുക്കാൻ മറന്നു. സിസ്റ്റർ ധൈര്യമായി പോയി കുളിച്ചോളൂ. സോപ്പുമായി ഞാൻ അങ്ങോട്ട് എത്താം. അയ്യോ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. എന്താ പേര്? ക്രാപ്പൻ. എന്താ ജോലി? ക്ലാസ് എടുക്കാൻ പോകും. അയ്യോ, അധ്യാപകനാണല്ലേ? ചായക്കടയിൽ ഗ്ലാസ് എടുക്കാൻ പോകും, അത്രേ ഉള്ളൂ. എന്താണ് അസുഖം? പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ എല്ലാവരും പറയുന്നു എനിക്ക് ഞരമ്പ് രോഗമാണെന്ന്. പറയൂ ഡോക്ടർ, എനിക്ക് ഞരമ്പ് രോഗമാണോ? അതെ. ഓ, സമാധാനമായി. അതെ. എന്തെങ്കിലും ദുശീലമുണ്ടോ? വെള്ളം അടിക്കില്ല, ചീട്ട് കളിക്കില്ല, കള്ളു കുടിക്കില്ല. ഉറക്കത്തിൽ ഞാനിതൊന്നും ചെയ്യില്ല. ആട്ടെ, ഡോക്ടർ അച്ഛൻ എങ്ങനുണ്ട്? സുഖമുണ്ട്. വീട്ടിൽ ഇപ്പോഴും ആ പഴയ പട്ടി ഉണ്ടോ? ഉണ്ട്. ഡോക്ടർ അച്ഛൻ ചത്തിട്ട് വേണം ആ പട്ടീനെ വന്നൊന്ന് കാണാൻ. അയ്യോ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഹായ് സിസ്റ്റർ. സിസ്റ്റർ ഞാൻ എവിടെയൊക്കെ തിരക്കി. സിറിഞ്ചിൽ നോക്കി, ഡ്രിപ്പ് കുപ്പിയിൽ തിരക്കി. ഞാൻ ആ ഓക്സിജൻ സിലിണ്ടറിൽ ഉണ്ടായിരുന്നല്ലോ. 1 വീതം 3 നേരം സിസ്റ്ററെ കാണാണ്ടിരുന്നാൽ എന്റെ ഉള്ളിൽ തീയല. ഉള്ളിത്തീയലോ? അല്ല, ഉള്ളിൽ തീയാണെന്ന്. പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. ആര് വരാൻ? വിളിക്കുന്നവരൊക്കെ വരും. ചേട്ടാ, എന്റെ കല്യാണം വീട്ടിൽ ഉറപ്പിച്ചു. ചെറുക്കൻ പോലീസിലാ. സിസ്റ്റർ, ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത മാസം ജാമ്യം കിട്ടും. അപ്പോ കള്ളനാണല്ലേ? തമിഴ്നാട്ടിൽ പോലും പുള്ളിക്ക് നല്ല പേരാ. എന്ത്? തിരുടൻ. സിസ്റ്റർക്ക് അറിയാമോ, എന്റെ മനസ്സൊരു സ്കാനിങ്ങിന് വേണ്ടി കൊതിക്കുകയാണ്. സിസ്റ്ററോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ സെറ്റിക്കായിട്ട് ദിവസങ്ങളായി. പ്രേമമെന്ന മുറിവ് പഴുത്ത് പൊട്ടിയൊരു വിളക്ക് പോലായി. ആ വിളക്കിൽ ഞാനൊരു തിരി ഇട്ടോട്ടെ? എന്തിന്? കാർത്തിക വിളക്കിന് കത്തിച്ചു വെക്കാനാ. അല്പം മുമ്പ് ആ മുറിയിൽ
കറണ്ട് പോയ സമയത്ത്, അല്പം മുമ്പ് ആ മുറിയിൽ കറണ്ട് പോയ സമയത്ത് കത്തി നിന്നിരുന്ന ബൾബ് അണഞ്ഞു പോയി ഡോക്ടർ. അട്ടെ, എന്റെ ബൾബിന്റെ കാര്യം കമ്പൗണ്ടറോട് പറഞ്ഞോളൂ ബൾബിടാൻ. സിസ്റ്ററോട് പറയൂ. അയ്യോ, കമ്പൗണ്ടറോട് പറയൂ ബൾബിടാൻ. സിസ്റ്ററോട് പറയൂ ബൾബിടാൻ. കമ്പൗണ്ടറോട് പറയൂ ബൾബിട്ട് തരാൻ. സിസ്റ്റർ, കമ്പൗണ്ടറോട് പറയൂ പാന്റിന്റെ സിപ്പിടാൻ. സിസ്റ്ററോട് സിസ്റ്റർ 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 എന്നിവരെ മേലാൽ വിളിച്ചു പോകരുത്. പിന്നെ മലയാളം മതി. നോക്കൂ, നേഴ്സ് എത്ര സുന്ദരിയാണ്. അയ്യോ, നവ്യ നായരെക്കാളും കാവ്യ മാധവനെക്കാളും പിന്നെ സുന്ദരിയല്ലേ മീര യാസ്മിൻ. അപ്പൊ എന്റെ ബൾബിന്റെ കാര്യം ഡിസ്പെൻസറിയിലേക്ക് പോന്നോളൂ. സിസ്റ്റർ ഉറങ്ങരുത്. പിന്നെ പാതിരാത്രി ഞാനങ്ങ് വരും. അയ്യോ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിലേറി. നേഴ്സിംഗ് റൂമിനടുത്ത് കമ്പൗണ്ടറിന് എന്താ കാര്യം? വെടിപ്പുരയ്ക്കടുത്ത് തീപ്പെട്ടി നിൽക്കാൻ പാടില്ല. സിസ്റ്ററും ഞാനും പരസ്പരം വാൽവുകൾ കൈമാറി കഴിഞ്ഞു ഡോക്ടർ. നോക്കൂ, അതിനിടയിൽ ഞാനെന്നും ഒരണുബാധയായിരിക്കും. എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നൊരു പൂച്ചക്കുഞ്ഞുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരാൻ നോക്കരുത്. പൂച്ചകളെ മാത്രം തിന്നു കഴിയുന്നൊരു പാണ്ടൻ നായാണ് എന്റെ ഉള്ളിൽ. എന്നെ ചൊല്ലി ആരും വാഴക്കപ്പം ഉണ്ടാക്കരുത്. വാഴയ്ക്കാപ്പൂ എവിടെ? അല്ല, വാഴക്കപ്പം ഉണ്ടാക്കരുതെന്ന്. സിസ്റ്റർ, സ്വയംവരവീഥി നിന്നെയും ആകാശതാരകളിനിയും വരും. നിന്റെ വർണ്ണങ്ങളെ സ്നേഹിച്ചു നാളിയ ആഷാഢമേഘങ്ങളിനിയും വരും. എങ്കിലും സന്ധ്യേ നിന്നാത്മഹാരം നിന്നെ മോഹിക്കുമെന്നേകാന്ത സൂര്യനു നൽകൂ ഈ രാഗാഗ്ര പൂജാബിംബം മിഴി തുറന്നു, താനേ നട തുറന്നു. സ്വയംവര സന്ധ്യ രാജകുമാരി നിന്നു തിരുനടയിൽ. ഏതായാലും പരസ്പരം പിരിയാനൊക്കില്ലെന്ന് മനസ്സിലായില്ലേ? ഈ അറവുശാല ആശുപത്രിയിൽ ഇനിയും ഒരു മേജർ ഓപ്പറേഷന് ഞാൻ തയ്യാറാണ്. നിങ്ങളോ? ഞങ്ങളും. നിർത്തൂ. പിന്നെ ഞാനെന്നാ പുല്ല് പറിക്കാൻ പോകൂ? കമ്പൗണ്ടർ മരുന്നെടുത്ത് ഡോക്ടർ ധൈര്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തോളൂ. പക്ഷേ സ്റ്റിച്ച് എടുത്ത കാര്യം അത് ഞാൻ